വളരെ സ്വാദിഷ്ടമായ ചെറുപയർ പരിപ്പ് പ്രഥമൻ നമുക്ക് എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പ് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പായസത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ട് തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് 2 വിസിലിന് വേവിച്ചെടുത്ത പരിപ്പാണ് ഇത്. നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. കുറേശ്ശായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല രുചി കൂടും. ഇനി മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കപ്പൊടിയും ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പായസത്തിന് നല്ല രുചിയായിരിക്കും കേട്ടോ. ഇനി ഇത് അവസാനമായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം, തിളക്കാൻ അനുവദിക്കരുത്. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഒന്ന് നെയ്യിൽ വറുത്ത് കോരി ഇട്ട് കൊടുക്കാം. നല്ല പോലെ തന്നെ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് ചൂടോടെ ഒഴിച്ച് കൊടുക്കാം. അത് സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വിഷുവിന് ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കണം. താങ്ക്